ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അത് ഇത് ആമിയുടെ വീഡിയോ ആണ്, അവളുടെ ചാനലിൽ നമ്മൾ ഇടുന്നത്. പക്ഷേ ഇൻട്രോ എടുക്കുന്നത് ഞാനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അവളുടെ ഡേ ആണ്, അവളുടെ ബർത്ത്ഡേ ആണ്. സോ നമ്മൾ അവളുടെ ആഗ്രഹം പോലെ പാലക്കാട് ഒന്ന് കറങ്ങി, അവൾ അതാണ് പറഞ്ഞത്, പാലക്കാടൊക്കെ ഒന്ന് പോയി കറങ്ങണം എന്നാണ് പറഞ്ഞത്. സോ നമ്മളിന്ന് അവളുടെ ആഗ്രഹം പോലെ തന്നെ പാലക്കാട് പോയി കറങ്ങാൻ പോകാൻ കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഇൻട്രോ ഞാനാണ് എടുക്കുന്നത്, കൊണ്ട് നിങ്ങളാരും പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ എന്തായാലും പൊളിയായിരിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും ആമി ഹാപ്പി പോയിട്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം ലുലുവിൽ പോവാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇന്ന് എൻ്റെ പിറന്നാളാണ്, അതായത് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കണ്ടൂറിൽ വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. കണ്ടൂരില്ല കേട്ടോ, ലുലു. അന്തറിലോട്ട് പോവാം. അന്തർ ആമി ഇത് വെൽക്കം. ബർത്ത്ഡേ കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ആമി. താങ്ക് യു. ഇതിങ്ങനെ പറ്റി ഞാൻ എനിക്കത് ആവശ്യമുള്ള എല്ലാ ഫുഡും ഞാൻ കഴിച്ചു കഴിഞ്ഞു. എല്ലാ ഫുഡല്ല, ലുലുവിൽ വന്ന് ആമി വേണത് വേണം കുറേ സാധനങ്ങൾ നമ്മൾ മേടിച്ചു. നമ്മൾ ഐസ്ക്രീം ആണ് എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് മേടിക്കാമെന്നാണ്. അമ്മയൊക്കെ ആമി ഐസ്ക്രീം കഴിപ്പിക്കാൻ ഞാനിപ്പോൾ ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്. അത് പിസ്ത ചോക്കോനട്ട്. അത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഐസ്ക്രീം കഴിച്ച ശേഷം ഞാനിപ്പോൾ ഒരു ബബിൾ ടീ ആണ് ഓർഡർ ചെയ്തത്. ഡബിൾ ചോക്ലേറ്റ് ബബിൾ ടീ. ആ, ഒരു മൊജിറ്റോ പോലെ. നമ്മുടെ നോർത്ത് എക്സ്പ്രസ് മൊജിറ്റോ പോലെയല്ല. എനിക്കറിയില്ല, ഞാൻ കഴിച്ചിട്ടില്ല, അത് കാരണം ഞാൻ നമ്മളിന്നത് ട്രൈ ചെയ്യാണ്. ആദ്യമായിട്ട് ട്രൈ ചെയ്യാം. ഡബിൾ ചോക്ലേറ്റ് ബബിൾ ടീ. ബബിൾ ടീ എത്തിയിട്ടുണ്ട്. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ ഒരു ഡബിൾ ചോക്ലേറ്റ് ബബിൾ ടീ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനെയാണെന്ന് ടേസ്റ്റ് നോക്കാം. ഇങ്ങനെയാണ്. അടുത്ത ടീനെ കാണില്ല. എന്തുറ്റി ആമി? എന്തുറ്റി? ചോക്ലേറ്റ്സ് അടി. ഗുഡ് ലെവല്.
കാണിക്കേ ബബിള് കണ്ടില്ല ആ ബബിൾസ് അവന് കാണിക്കേ ഒന്നും കൂടെ കാണിക്കും എനിക്ക് ഒന്നേ വന്നില്ല അങ്ങനെ കാണിക്കേ പല്ലില് കാണിക്കേ ആ കറക്റ്റ് ആ തന്നെ ബബിളിട്ട് ആമയ്ക്ക് ചടപടപടാന്നാ കിട്ടുന്നത് എല്ലാം കഴിച്ചു കഴിഞ്ഞ് തളർന്നിരിക്കണ ആമി ഇനി എന്ത് കഴിക്കാമെന്ന് ആലോചിക്കുന്ന അവനി ആക്ഷൻ ആക്ച്വലി അവനിക്കിപ്പോൾ ഐസ്ക്രീം ഒക്കെ വെറുക്കാൻ തുടങ്ങി. അത് കാരണം ഞാനാണ് ഐസ്ക്രീം കഴിച്ചത്, അവനെ ഐസ്ക്രീം കഴിച്ചിട്ടുമില്ല. പിന്നെ കുറച്ച് കൂടുതൽ ഞാനും കഴിച്ചു, ഡോണറ്റ് പ്ലസ് ഡോണറ്റ് അങ്ങനെ കുറച്ച് ഞാൻ കഴിച്ചു. അത് കാരണം എനിക്കിപ്പോൾ വീട്ടിലെത്തി ഉറങ്ങിയാൽ മതിയുണ്ട്. ബട്ട് ഞാൻ അങ്ങനെയില്ല, എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഇന്ന് ഞാൻ മൊത്തം ഞാൻ അടിച്ചു കുടിക്കും. പക്ഷെ അടിച്ചു പൊളിക്കുന്ന പറഞ്ഞൊരു ഭയങ്കര തൊങ്കിയായിട്ടുള്ള ഇരിക്കണേ ആമി. ആമി ഹൂടി ഒന്നിട്. ആമി ഒരു കാര്യം ചോദിക്കട്ടെ, ആമി കുട്ടിക്ക് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഓർമ്മ വരണത് എന്താ? ഫ്രണ്ട്സ് ആയിക്കോട്ടെ. പിന്നെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ക്ലാസ് റൂമിൽ പോയിട്ട് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞാൽ എല്ലാം ഗിഫ്റ്റ് കൊണ്ടുവന്നില്ലെങ്കിലും കത്ത് ഒരു പേപ്പർ എഴുതും ഹാപ്പി ബർത്ത്ഡേ, പിന്നെ കുറച്ച് ബലൂൺസും കേക്കൊക്കെ വരച്ചു. അതെല്ലാം ഹോൾ ക്ലാസ് അല്ല, എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും അങ്ങനെ വെച്ചു. വേറൊന്നും ഓർമ്മയില്ല ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ? ഇനി അടുത്ത വർഷം എൻ്റെ ബർത്ത്ഡേ അല്ല അമ്മ ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഇന്നത്തെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതാണ് കാരണം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ഭയങ്കര എന്താ പറയുക, നല്ലൊരു ബർത്ത്ഡേ. അമ്മ എനിക്ക് പറഞ്ഞതെല്ലാം മേടിച്ചെന്നു. സോ ഹാപ്പി. സത്യം ഹാപ്പിയാണോ? ഐ ലവ് യു. അപ്പോൾ എല്ലാവർക്കും കമന്റിൽ വിഷ് ചെയ്യണം. ഓക്കെ, വിഷ് ആണ്. ഓക്കെ ആമി കുട്ടി, ഹാപ്പി ബർത്ത്ഡേ യു. താങ്ക് യു. അമ്മ ലവ്സ് യു. താങ്ക് യു. സെൻഡ് ടു യു. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വരുമ്പോഴാണോ? അപ്പോൾ നമുക്കിനി തിരിച്ച് വീട്ടിൽ പോവാം. ഓക്കെ, ആമിയുടെ വിഷസ് ഒക്കെ കഴിഞ്ഞില്ലേ? ആമി വേണം പറഞ്ഞതൊക്കെ മേടിച്ചു തന്നില്ലേ? ആമി ഹാപ്പി അല്ലേ? ഹാപ്പിയാ, ഭയങ്കര ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പി. ഓ, നമുക്കിനി വീട്ടിൽ പോയിട്ട് നമുക്കിനി തിരുവാതിര കളിയുടെ പ്രാക്ടീസ് ഉണ്ട് അല്ലേ? അതുകൊണ്ടല്ലേ നമുക്ക് വീട്ടിൽ വൈകുന്നേരം അമ്പലത്തിൽ പോണ്ടേ? വൈകുന്നേരം അമ്പലത്തിൽ പോയിട്ട് പായസമൊക്കെ മേടിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വൈകുന്നേരം ഇപ്പോൾ നമുക്ക് ഇപ്പം ഇറങ്ങണം ടോയ്സ്. ആക്ച്വലി എനിക്ക് ഉച്ചയ്ക്ക് വീട്ടിലെത്തിയിട്ട് വേണം മറ്റേ ഗീ റൈസ് കഴിക്കാൻ. അപ്പോൾ എന്തായാലും എങ്ങനെ നമുക്ക് ഇന്ന് ഇറങ്ങാം. കമോൺ, ഇപ്പം ഇറങ്ങാം. കമോൺ, ഞാൻ വീട്ടിലെത്തി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം ഇപ്പം അമ്പലത്തിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ കോട്ടമ്പലത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വസ്തു എടുത്തിട്ട് പോവാം.